എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമുക്ക് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓഫ്ലൈനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുട്ടികളുമായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ സംവദിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ അധികം യൂസ് ചെയ്തിട്ടുള്ളത് സൂമും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റും ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് BigBlueButton. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ BigBlueButton.org എന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് വലതുവശത്ത് മുകളിലായി നമുക്ക് ട്രൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രൈ നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ അടുത്ത പേജിലേക്ക് പോകും. അവിടെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് എൻ്റർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ലിങ്ക് ഉണ്ടാവും. ഈ ഒരു ലിങ്ക് വഴി നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ ലെക്ചറിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു സമയവും പറയുക. അപ്പോൾ ആ സമയമാകുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സമയത്തിനകത്തേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ കുറേ അധികം ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് കാരണം റെക്കോർഡിങ്സ് ഇപ്പോൾ എല്ലാം ടെമ്പറലി ഡിസേബിൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സെഷന്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും 60 മിനിറ്റ് ആണ്. നമ്മൾ ഓൺലൈൻ ലെക്ചർ സീരീസ് കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റവും അഭികാമ്യം 1 മണിക്കൂറിൽ താഴെയുള്ള സെഷൻസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വലതുവശത്തായിട്ട് നമുക്ക് കാണാം സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണാം. സ്റ്റാർട്ട് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഐഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്. സോ നമ്മുടെ മീറ്റിംഗ് റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ മൈക്രോഫോൺ വഴി, അല്ലെങ്കിൽ ലിസൺ ഓൺലി എന്നൊരു മോഡിലേക്ക്. ലിസൺ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അങ്ങോട്ട് പറയാൻ കഴിയുകയില്ല. മൈക്രോഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അധ്യാപകരെല്ലാവരും മൈക്രോഫോൺ മോഡിലും കുട്ടികളെല്ലാവരും ലിസൺ മോഡിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഉള്ളിൽ കയറിയാൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ലിസൺ ഓൺലി മോഡിൽ കുട്ടികൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുണ്ടാകുന്ന ശബ്ദങ്ങളും കാര്യങ്ങളൊന്നും എല്ലാവരും അഫക്റ്റ് ചെയ്യുകയില്ല. അപ്പം നമ്മൾ അധ്യാപകരായത് കാരണം മൈക്രോഫോൺ എന്നൊരു ഓപ്ഷനിൽ കയറുന്നു. അപ്പോൾ മൈക്രോഫോൺ യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അലോ കൊടുക്കുക. അപ്പോൾ ഇതിന് തന്നെ ഒരു ഇൻബിൽറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഓഡിയോ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് വരും. നമുക്ക് ഇവിടെ വേറെ നമ്മുടെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പബ്ലിക് ചാറ്റ് വിൻഡോ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കുമായിട്ട് കോമൺ ആയിട്ട് മെസ്സേജസ് അയക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പല യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ യൂസേഴ്സിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റ് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഷെയർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടി ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കാം, നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യണമെങ്കിൽ മീറ്റിംഗ് എൻഡ് ചെയ്യാം, അതുപോലെ ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റർ നമുക്ക് എപ്പോഴും കിട്ടും. ഇത് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ BigBlueButtonന്റെ ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നുകിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഷെയർ യുവർ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷെയർ യുവർ സ്ക്രീൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ആണ് നമ്മൾ സ്ക്രീൻ ഷെയർ, നമ്മുടെ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യണോ, അതോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിടക്കണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ ക്രോം ആണെങ്കിൽ ക്രോമിൻ്റെ ഏത് ടാബാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സ്ക്രീൻ മൊത്തത്തിൽ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ മാറി അവിടെ നമ്മൾ സംസാരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ചാറ്റ് വിൻഡോയിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ പവർ പോയിന്റ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് എന്നൊരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കുണ്ട് അപ്ലോഡ് എ പ്രസന്റേഷൻ. ഈ അപ്ലോഡ് എ പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എടുത്ത്
നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യും. ആദ്യം തന്നെ ടു ബി അപ്ലോഡഡ്. ഇവിടെ അപ്ലോഡ് എന്നൊരു ബട്ടൺ നമ്മളിവിടെ പ്രസ് ചെയ്യും. അപ്പോൾ ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അത് ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് അത് അപ്ലോഡഡ് ആവും. അങ്ങനെ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പവർ പോയിന്റ്, നമ്മുടെ ഒരു പവർ പോയിന്റ് നമ്മുടെ മെയിൻ വിൻഡോയിലേക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പവർ പോയിന്റ് സ്ലൈഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ സെയിം വിൻഡോ നമുക്ക് കുട്ടികൾക്കും കാണാം. ഇനി നമ്മുടെ വീഡിയോയും കൂടെ നമുക്ക് ഓൺ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷെയർ വെബ് ക്യാം കൊടുക്കുക. ഷെയർ വെബ് ക്യാം കൊടുക്കുമ്പോഴത്തേക്കും അലൗ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ് ക്യാമും കൂടെ നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ വെബ് ക്യാം ഇവിടെ മുകളിലായിട്ട് നമുക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ കുട്ടികൾക്കും കാണാം, നമ്മുടെ മുകളിൽ നമ്മുടെ വീഡിയോയും കാണാം, താഴെ നമ്മുടെ പവർ പോയിന്റും കാണാം, നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് കാണാനും സാധിക്കും. അപ്പൊ തൽക്കാലം ഞാനിവിടെ വെബ് ക്യാം ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ സ്ലൈഡ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡ് ഇവിടെ ലോഡ് ചെയ്ത് വരും. അങ്ങനെ ഓരോ പവർ പോയിന്റ് സ്ലൈഡ് നമുക്ക് പറഞ്ഞ് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സൈഡിലും ഇതുപോലെ തന്നെ നമ്മുടെ പവർ പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൂൾസും നമുക്ക് കാണാം റൈറ്റ് സൈഡിൽ. ഇവിടെ ടൂൾസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൂൾസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് നമുക്കൊന്ന് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സർക്കിൾ വരയ്ക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർക്കിൾ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് അതേ സമയത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി കുട്ടികളെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് എഴുതിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ടേൺ മൾട്ടി യൂസർ വൈറ്റ് ബോർഡ് ഓൺ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇവിടെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, അത് കാരണം എൻ്റെ ഒരു ഇത് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ കുട്ടികൾ എല്ലാവരും ഉണ്ടെങ്കിൽ കുട്ടികൾ അവരവരുടെ കേഴ്സറുകൾ ഇതിനകത്ത് മുകളിൽ വെക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് അവർക്കും ഇതുപോലെ സർക്കിൾ എടുത്ത് വരയ്ക്കാം. അതുപോലെ തന്നെ അവർക്കൊരു സ്ക്വയർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്ക്വയർ വരയ്ക്കാം. അവരെ കൊണ്ട് എന്തെങ്കിലും എഴുതിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എഴുതിക്കാം. അപ്പൊ അങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത്. അപ്പൊ കുട്ടികളെല്ലാവരും ഇതിനകത്തേക്ക് ഒരേ സമയത്ത് നമുക്ക് ഒരാളോട് പറയാം നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക. അപ്പൊ ആ ഒരു കുട്ടിക്ക് അതിനകത്തേക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് എപ്പോഴെങ്കിലും അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് വൈറ്റ് ബോർഡ് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വരച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ഓൾ അനോട്ടേഷൻസ് കൊടുക്കുക. അപ്പൊ അനോട്ടേഷൻസ് എല്ലാം മാറി കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ വേറൊരു ഫീച്ചർ, നല്ലൊരു ഫീച്ചറാണ്. കാരണം കുട്ടികൾ എല്ലാവരും ഇതിനകത്ത് എപ്പോഴും ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു സമയമാകുമ്പോൾ നമുക്ക് കുട്ടികളോട് പറയാം ഒരു പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് എന്നൊരു ആക്ഷൻ കാണാം നമുക്ക്. അവിടെ നമ്മൾ സ്റ്റാർട്ട് എ പോൾ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ഇവിടെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കാം, എ ഓർ ബി ആയിരിക്കാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ ഒരു പവർ പോയിന്റിൽ നമ്മളൊരു പ്രോബ്ലം കൊടുത്തിരിക്കുക, അതിന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്ന കുട്ടിയോട് നമുക്ക് അല്ലെങ്കിൽ ABC ഓപ്ഷൻ ഏതായിരിക്കും എന്ന് അവരോട് ചോദിക്കാം നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ യെസ് ഓർ നോ കൊടുക്കുവാണെങ്കിൽ യെസ് ഓർ നോ ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്കും ഈ പോൾ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ എത്ര പേര് എസ് തന്നു, എത്ര പേര് നോ തന്നു, അവരുടെ ലിസ്റ്റും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ അത് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം. അപ്പൊ എത്ര പേര് നമുക്ക് അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ബിഗ് ബ്ലൂ ബട്ടൺ എന്നൊരു ടൂള്. അപ്പോൾ ഇവിടെ നമുക്കും ഇതുപോലെ തന്നെ ലീവ് ഓഡിയോ കൊടുത്തിട്ട് കുട്ടികൾക്ക് നമുക്ക് മൈക്രോഫോൺ ഓൺ ആക്കാൻ പറയാം. അപ്പൊ അവർക്കും ഇങ്ങോട്ട് സംസാരിക്കാം. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് BigBlueButton.org. അതുകൊണ്ട് ഇതെല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള നമുക്കത് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസിൽ പോവുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എൻഡ് മീറ്റിംഗ് കൊടുക്കുക. ഇത് കറന്റ്ലി ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നിലവിലില്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കുക. BigBlueButton.org എന്നൊരു സൈറ്റ് കയറി ഒരു മീറ്റിംഗ് ഓണാക്കി കുട്ടികളുമായിട്ട്
സംവദിക്കാം. അപ്പോൾ ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ കുട്ടികളോട് എപ്പോഴും ആ ഒരു മീറ്റിംഗ് റൂമിലേക്ക് വരാൻ പറഞ്ഞാൽ മാത്രം മതി. താങ്ക് യു എവരിവൺ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.